എല്ലാവർക്കും നമസ്കാരം. അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്കറിയാം, അറിയാത്തവരും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് വിളക്ക് തെളിയിക്കേണ്ടത് അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും അടുത്ത് കാണുന്ന ആ ചുവന്ന ബട്ടനൊക്കെ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, നമ്മൾ വീട്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലവർക്ക് അറിയാമെങ്കിലും അത് ചെയ്യാതെ അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക അതുപോലെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ വഴിപാടുകൾ ചെയ്തിട്ടും പൂജകൾ ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും നമുക്ക് ഐശ്വര്യപൂർണ്ണം നമ്മുടെ ജീവിതം ആവാത്തത്, നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യമില്ലാതെ വരുന്നതൊക്കെയും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് അതിൻ്റേതായ രീതിയിൽ അത് പാലിച്ച് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെങ്ങനെ വിളക്ക് വയ്ക്കാമെന്ന് നോക്കാം. വീട്ടിൽ വിളക്ക് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാമുറിയിലത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ വീടിൻ്റെ നടയിൽ സന്ധ്യയ്ക്കും രാവിലെയും വിളക്ക് വയ്ക്കുന്നവരുണ്ട്. അതല്ല, സന്ധ്യയ്ക്ക് മാത്രം വിളക്ക് വയ്ക്കുന്നവരുണ്ട്. ചിലവർ ചങ്ങലവട്ടത്തിൽ വിളക്ക് വയ്ക്കുന്നവരുണ്ട്, അതായത് തൂക്കുവിളക്ക്. അതിൽ വയ്ക്കുന്നേക്കാൾ ഉത്തമം നിലവിളക്കിൽ നമ്മൾ വിളക്ക് വയ്ക്കുന്നതാണ്, ദീപം തെളിയിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീടിൻ്റെ നടയിലാണ് നമ്മൾ വിളക്ക് തെളിയിക്കുക. അപ്പോൾ ആ വിളക്ക് നമ്മൾ വെറുതെ നിലത്ത് വയ്ക്കരുത്. അതിൻ്റെ അടിയിൽ ഒരു തട്ടോ താമ്പാളോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വിളക്ക് വെച്ച് കത്തിക്കുക. വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരി രണ്ട് ഭാഗത്തേക്ക് ഇടുന്നവരുണ്ട്, കിഴക്ക് പടിഞ്ഞാറ് ഇടുന്നവരുണ്ട്, അതല്ല കിഴക്ക് മാത്രം ഇടുന്നവരുണ്ട്. അപ്പോൾ തിരി ഇടുമ്പോൾ രണ്ട് വശത്തു നിന്ന് ഇട്ടിട്ട് ഇതിങ്ങനെ കൂടി നിൽക്കണം. രണ്ട് തല ഇട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്ന രീതിയിൽ തിരിയിട്ടിട്ട് വേണം നിങ്ങൾ വിളക്ക് തെളിയിക്കാൻ. വിളക്ക് തെളിയിച്ച് കഴിഞ്ഞിനി ഒരു 48 മിനിറ്റെങ്കിലും ആ വിളക്ക് കത്തി നിൽക്കണം. അതിലേക്കുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. തിരി ഒരിക്കലും പടർന്ന് കത്താൻ പാടില്ല. നമ്മൾ ആ തിരി വിളക്ക് വെച്ചതിന് ശേഷം പിന്നെ അത് അണയ്ക്കുക. എന്നുവെച്ചാൽ നമ്മൾ ഊതാനോ തല്ലി കിടത്താനോ പാടില്ല. നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ നമ്മൾ ആ തിരി പതുക്കെ അകത്ത് എണ്ണയിലേക്ക് താത്തി മെല്ലെ താത്തി കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം അതിലത്തെ എണ്ണയിൽ ബാക്കിയുള്ള എണ്ണയും തിരിയും ഒരു ചെപ്പിലാക്കി മാറ്റി വയ്ക്കണം. അത് നമ്മൾ നടക്കുന്നിടത്തേക്ക് ഇടാനോ പാത്രം കഴുകുന്ന ചില്ല് കൊണ്ടിടാനോ ഒന്നും പാടില്ല. നമുക്കൊരു മാസത്തിലോ 2 ആഴ്ച കൂടുമ്പോഴോ കന്നിമൂലയിൽ വൃത്തിയുള്ളവരെടുത്ത് അത് നമുക്ക് കത്തിച്ച് ദഹിപ്പിച്ച് കളയാവുന്നതാണ്. അപ്പോൾ ഇപ്രകാരമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വിളക്ക് 2 നേരം കഴുകാൻ പറ്റുമെങ്കിൽ, ദിവസത്തിൽ 1 നേരമെങ്കിലും കഴുകാൻ പറ്റുകയാണെങ്കിൽ അത് ഉത്തമമാണ്. കഴുകാൻ പറ്റാത്തവർ അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വിളക്ക് തെളിയിക്കണം. അപ്പോൾ ഇപ്രകാരമൊക്കെ വിളക്ക് തെളിയിച്ചാൽ മഹാലക്ഷ്മി നമ്മുടെ ഭവനങ്ങളിൽ കുടിയിരിക്കും. നമ്മുടെ ഭവനം ഐശ്വര്യപൂർണ്ണമാകും. അപ്പോൾ നമ്മൾ ഇപ്രകാരം അല്ല നിങ്ങൾ വിളക്ക് വയ്ക്കാറെങ്കിൽ ഇപ്രകാരം നിങ്ങൾ വിളക്ക് തെളിയിച്ച് നോക്കൂ. നിങ്ങൾക്ക് അപ്പോൾ അറിയാൻ കഴിയും നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.